ഓക്കെ എന്തായിരുന്നു പ്രോബ്ലം ഉണ്ടോ? വീഡിയോ പ്രോബ്ലം ഉണ്ടോ ഇപ്പോ? കുഴപ്പമില്ലല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. ക്രിസ്റ്റൽ ഓസിലേറ്റർ മെറ്റീരിയൽസിനെ പറ്റി പറഞ്ഞു. പീസോ ഇലക്ട്രിക് ഡിവൈസസ് ആണ് നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ ഇലക്ട്രിക്കൽ ഇക്വലന്റ് നമുക്ക് നോക്കുമ്പോൾ അതായത് 2 പാരലൽ ബ്രാഞ്ചസ്. ഒരു ബ്രാഞ്ചിൽ RLC സർക്യൂട്ട് ആണ്. RLC സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അത് റെസൊണേറ്റിംഗ് സർക്യൂട്ട് ആണ്. അതുപോലെ തന്നെ സീരീസ് റെസൊണൻസും പാരലൽ റെസൊണൻസും വരുന്നുണ്ട്. ഓക്കെ, ഇൻ സീരീസ് റെസൊണൻസ് കണ്ടീഷൻ the inductive reactance will be cancelled by capacitive reactance, that is J into or capacitive reactance equal to inductive reactance, that is JXL equal to minus JXC. So we'll get this equation, XL equal to XC. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് ഇങ്ങനെയാണ് വരിക, മൈനസ് 1/J മൈനസ് 1/J XC, ഓർ ഫോർമുല എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് J into XL minus XC becomes 0. Total reactance becomes 0, or XL equal to XC. XL എന്ന് പറയുമ്പോൾ L into omega equal to 1/omega C or omega naught square. നമ്മൾ omega naught എന്നുള്ള ഫ്രീക്വൻസി എടുക്കുകയാണെങ്കിൽ 1/LC കിട്ടും. and corresponding F0, that is F0 equal to 1/2 root of LC, and this frequency is series resonance frequency and is given by 1/2 root of LC. This is series resonance frequency. അപ്പോൾ ഇങ്ങനെ ഒരു സീരീസ് റെസൊണൻസ് കണ്ടീഷൻ വരുന്നുണ്ട്. that is at this frequency 1/2 square root of LC. മറ്റൊരു റെസൊണൻസ് കണ്ടീഷൻ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പാരലൽ റെസൊണൻസ് ആണ്. പാരലൽ റെസൊണൻസിൽ അഡ്മിറ്റൻസ് ആണ് മിനിമം വരിക. അഡ്മിറ്റൻസ് വാല്യൂ നമ്മൾ ഈ രണ്ട് ബ്രാഞ്ചിന്റെ അഡ്മിറ്റൻസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ അഡ്മിറ്റൻസ് വാല്യൂവിന്റെ ഇമാജിനറി പാർട്ട് 0 ഇക്വേറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ ഫ്രീക്വൻസി കിട്ടുക. ദാറ്റ് ഫ്രീക്വൻസി ഈസ് പാരലൽ റെസൊണൻസ് ഫ്രീക്വൻസി. പാരലൽ റെസൊണൻസ്, that condition, resonance frequency FT is calculated using this formula 1/root of L into C total. C total capacitance is the series combination of CT equal to CS into CP divided by CS plus CP. Okay, so this capacitance value will be less than CS. ഇവിടെ CS ആണ് വരുന്നത്. CS വാല്യൂവിനേക്കാളും ലെസ് ആയിരിക്കും. സോ ദ ഫ്രീക്വൻസി വിൽ ബി ഹയർ. ലോവർ ഫ്രീക്വൻസി വരുന്നത് സീരീസ് റെസൊണൻസ് ഫ്രീക്വൻസി ആണ്, FS, ആൻഡ് വി ഹാവ് അനദർ ഫ്രീക്വൻസി ദാറ്റ് ഈസ് പാരലൽ റെസൊണൻസ് ഫ്രീക്വൻസി. ഇത് രണ്ടും നേരെ ഓപ്പോസിറ്റ് ബിഹേവിയർ ആണ്. സീരീസ് റെസൊണൻസ് ഫ്രീക്വൻസി, the impedance of this branch, RLC branch, becomes minimum value, and at parallel resonance frequency overall admittance becomes lowest value. അപ്പോൾ ഏറ്റവും കുറഞ്ഞ അഡ്മിറ്റൻസ് വരുന്ന ഫ്രീക്വൻസിയാണ് പാരലൽ റെസൊണൻസ് ഫ്രീക്വൻസി. കുറഞ്ഞ ഇംപീഡൻസ് വരുന്ന കണ്ടീഷനാണ് സീരീസ് റെസൊണൻസ് കണ്ടീഷൻ, FS. അപ്പൊ അങ്ങനെ രണ്ട് റെസൊണൻസ് കണ്ടീഷനാണ് ക്വാർട്സ് ക്രിസ്റ്റലിന് വരുന്നത്. അപ്പൊ ഇത്തരം ക്രിസ്റ്റൽസ് നമുക്ക് ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ട്. 1, stable frequency.
Stable frequency means frequency of oscillation will not be altered with the physical conditions, temperature, അതുപോലുള്ള ഹ്യൂമിഡിറ്റി പോലുള്ള ഫിസിക്കൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അനുസരിച്ചൊന്നും മാറുന്നില്ല. അതുപോലെ അതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയാണ് വരുന്നത്. രണ്ടാമത്തത് ലോ കോസ്റ്റ് കുറവാണ്. കോസ്റ്റ് വളരെ കുറവാണ്, ലോ കോസ്റ്റ് ആണ്. ഓക്കെ, ഫിക്സഡ് ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ ആണ്. ഫിക്സഡ് ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ can produce high frequencies, RF frequencies. Okay, can produce crystal oscillators are employed in most of the digital circuits as a clock generator. In digital applications, digital circuitsലൊക്കെ ക്ലോക്ക് ജനറേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ആണ്. ഈ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സിന്റെ സർക്യൂട്ട് നമുക്ക് എങ്ങനെ നോക്കാം. ഒരു ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ കണക്ട് ചെയ്തു. ബയാസിംഗ് സർക്യൂട്ട്, ബയാസിംഗ് സർക്യൂട്ട്. Output is taken across this. Then this feedback capacitor, then crystal oscillator. So crystal oscillator lodeyana feedback, which is C1 or C2, C1, RC, VCC, R1, R2. So R1 and R2 are biasing circuit, DC biasing circuit. This capacitor C1 is used to block the DC component. C2 will block the DC component, DC isolation for output. So output will be obtained without DC component. So sustained oscillations will be produced by the circuit. This is a crystal oscillator circuit. So this is the crystal element. Crystal ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന കറന്റ് പൾസിലെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ് ഈ ബേസിൽ എത്തുള്ളൂ. ആ ഒരു ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ ഇത് ആംപ്ലിഫൈ ചെയ്യും. ദിസ് ഈസ് ആൻ ആംപ്ലിഫയർ സ്കെയിൽ. അപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത തേർഡ് ടൈപ്പ് ഓസിലേറ്റർ. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. ഓക്കെ, ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി high value on. So such oscillators are used for fixed frequency output ആണ് വരുന്നത്. ഫിക്സഡ് ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. ഓക്കെ, ഇതാണ് ഈ ഓസിലേറ്ററിന്റെ പ്രത്യേകതകൾ. ഒരുപാട് ആപ്ലിക്കേഷൻ വരുന്ന ഒരു ടൈപ്പ് ഓസിലേറ്റർ ആണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓസിലേറ്റേഴ്സ്, സർക്യൂട്ട് ആൻഡ് വർക്കിംഗ് പറഞ്ഞു, ദെൻ ആപ്ലിക്കേഷൻ ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ദീസ് ഓസിലേറ്റേഴ്സ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഓസിലേറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത RC ഓസിലേറ്റർ, RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, ദെൻ LC ഓസിലേറ്റേഴ്സ്. അതിനകത്ത് ഹാർട്ട്ലി ആൻഡ് കോൾപിറ്റ് ഓസിലേറ്റർ രണ്ടുമാണ് വന്നിട്ടുള്ളത്. ദെൻ ക്രിസ്റ്റൽ ഓസിലേറ്റർ. അപ്പൊ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്ലിയർ ആണോ? ബോർഡ് ക്ലിയർ ആണോ? ബോർഡിൽ ഇരുന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം.
First question, which is the necessary condition? Okay, which is the necessary condition? First question, which is the necessary condition for gain while designing RC phase shift oscillator? While designing RC phase shift oscillator, in order to ensure the sustained oscillations. In order to ensure the sustained oscillations. Option A greater than or equal to 29. Option B, A less than or equal to 29. C, A not equal to 29. Option D, none of these. First question, which is the okay. നോക്കൂ, ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ പറഞ്ഞോളൂ. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എത്ര ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 29. യെസ്, സ്വപ്ന കറക്റ്റ് ആണ്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ. For sustained oscillation in RC phase shift oscillator, gain should be greater than or equal to 29. The correct option is option A. Option A ആണ് correct ആയിട്ട്. Second question. അതെ, ഷഹന. Correct option is A. അപ്പോൾ അത് ഓർത്തിരിക്കുക. Gain value is greater than or equal to 29. Usually
at the starting time, usually gain is slightly above 29. Another question, which among the following parameters, which among the following parameters acts as an initiator for the operation of an oscillator? Of an oscillator in the absence of input signal. Option A, noise voltage. Option B, noise power. Option C, noise temperature. Option D, none of these. So in the absence of input signal, which parameter acts as? Yes, Pincy, Swapna, Drishya, എല്ലാവരും correct ആണ്. Noise voltage pickup ആണ് നടക്കുന്നത്. So noise voltage is picked up by the amplifier. So that signal will be get amplified due to regenerative action. There will be sustained oscillation. Third question. Why is the practical value of A beta of mod A beta, modulus value, mod A beta is adjusted to be slightly greater than 1? Option A, to compensate for noise voltage. Noise voltage. Option B, to compensate for phase shifting of two relevant signals up to 180 degrees. To compensate for phase shifting of two relevant signals up to 180 degrees. Option C, to compensate for non-linearities existing in the circuit. Option D, to compensate for the change in feedback voltage. Option C, non-linearity existing. Drishya B ആണ് അല്ലേ? സ്വപ്ന C ആണ് പറയുന്നത്. അപ്പൊ അതിനകത്തൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് അല്ലേ? Why the practical value of A beta is adjusted to be slightly greater than 1? Option B പറയുന്നുണ്ട്. ഓക്കെ, എന്തായിരിക്കാം അതിന്റെ കറക്റ്റ് റീസൺ? ഓരോന്നെടുത്ത് നോക്കേണ്ടി വരും. നോയിസ് വോൾട്ടേജ് നിങ്ങൾക്ക് ഡൗട്ട് ഇല്ല അല്ലേ? അതിനകത്തൊരു ഡൗട്ട് ഇല്ല. പിന്നെ വരുന്നത് എന്താ? To compensate for phase shifting of two relevant signals up to 180 degrees. To compensate for phase shifting of two relevant signals up to
180 degree. അത് ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു റീസൺ തന്നെയാണ്. To compensate for non-linearities existing in the circuit. Non-linearities existing in the circuit. Non-linearities എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് non-linearities എന്ന് പറയുമ്പോൾ? ഓക്കെ, അതെന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ? ഇപ്പൊ സാച്ചുറേഷൻ പോലുള്ള അവസ്ഥകൾ, സാച്ചുറേഷൻ കണ്ടീഷൻ, അതുപോലെ തന്നെ ഡെഡ് സോൺ എന്ന് പറയുന്നത് നോൺ ലീനിയാരിറ്റി വരുന്നുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ലീനിയർ അല്ലാത്ത ഒരു കണ്ടീഷനിലേക്ക് പോകുന്ന സിറ്റുവേഷൻ. ഓക്കെ, അതായത് ഇപ്പൊ പല ഹാർമോണിക്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ നോൺ ലീനിയാരിറ്റി കാരണമാണ് ഉണ്ടാവുന്നത്. അടുത്തത് എന്താ? ടു കോമ്പൻസേറ്റ് ഫോർ ദ ചേഞ്ച് ഇൻ ഫീഡ്ബാക്ക് വോൾട്ടേജ്. ഓക്കെ, ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? നമുക്കറിയാം ഫേസ് കണ്ടീഷൻ റീച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഫേസ് കണ്ടീഷൻ എന്തായാലും റീച്ച് ചെയ്യണം. അതായത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കണം. ഏത് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കേട്ടോ, കോമ്പൻസേറ്റ് ഫോർ ഫേസ് ഷിഫ്റ്റിംഗ് ഓഫ് ടു റെലവെന്റ്. അപ്പോൾ ഇതിനകത്ത് ബേസിക് ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഓൾവേസ് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് എ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. അതിനകത്ത് യാതൊരു കൺഫ്യൂഷനും ഇല്ല. പിന്നെ ഒരു 180 ഫേസ് ഷിഫ്റ്റ് തരുന്നത് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആണ്. അപ്പൊ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഈ 180 ഫേസ് ഷിഫ്റ്റ് കറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് അതാണ് ആംപ്ലിറ്റ്യൂഡ് കണ്ടീഷനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്നത്. ആംപ്ലിറ്റ്യൂഡ് സ്ലൈറ്റ്ലി എ ബീറ്റ വിൽ ബി ഇനീഷ്യലി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1, ബട്ട് ബിക്കോസ് ഓഫ് വോൾട്ടേജ് ലിമിറ്റിംഗ് പ്രോപ്പർട്ടി പിന്നീട് അത് എ ബീറ്റ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് 1ലേക്ക് വരും. കറക്റ്റ് ആയിട്ട് അത് 1ലേക്ക് വരും. ഏതാണ് അപ്പോൾ ഓപ്ഷൻ വരുന്നത്? ഫേസ് ഷിഫ്റ്റ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്തായാലും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എ ബീറ്റ ടേം ഇനീഷ്യലി ഗ്രേറ്റർ ആയിട്ട് എടുക്കുന്നത്. ഇതാ കറക്റ്റ് ഓപ്ഷൻ. ഇതിനകത്ത് ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. മറ്റേതിന്റെ ഇഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ പോലും ബി ആണ് കൂടുതൽ കറക്റ്റ് ആയിട്ട്. നോക്ക്, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന പോയിന്റ് അതിനകത്ത്. അത് അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ എ ബീറ്റ ഓട്ടോമാറ്റിക്കലി ഈ 1ലേക്ക് വരും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ 3യുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. 4. Which among the following does not belong to the category of LC oscillators? Which among the following does not belong to the category of LC oscillators? Option A, Hartley oscillator. Hartley oscillator. Option B, Colpitts oscillator. Option C, Clapp oscillator. Option D, Bainbridge oscillator. Option D, yes. Option D is correct. എല്ലാവരും കറക്റ്റ് ഓപ്ഷൻ ആണ്. യെസ്, മുഹമ്മദ്, അതുപോലെ സ്വപ്ന, പിൻസി, എല്ലാവരും കറക്റ്റ് ഓപ്ഷൻ ആണ്. Correct option is option D. Number 5. Which among the below mentioned oscillators does not apply any kind of feedback mechanism? Which among the
below mentioned oscillators do not apply any kind of feedback mechanism. Option A, phase shift oscillator. Phase shift oscillator. Option B, Weinbridge oscillator. C, UJT relaxation oscillator. UJT relaxation oscillator. Option D, all the above. ഇതിനകത്ത് നിങ്ങൾക്ക് യെസ് യുജെറ്റിനെ പറ്റി അറിയില്ലെങ്കിലും ഇതിന്റെ കറക്റ്റ് അല്ല അതിനെപ്പറ്റി അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാമായിരിക്കാം, പക്ഷെ അതിനെപ്പറ്റി അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. കാരണം ഓപ്ഷൻ എയും ബിയും നമുക്ക് ഓൾറെഡി അറിയാം, ദേ എംപ്ലോയ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഓപ്ഷൻ ഡി അതുകൊണ്ട് തന്നെ വാലിഡ് അല്ല. സോ പോസിബിൾ ഓപ്ഷൻ ഇസ് കറക്റ്റ് ഓപ്ഷൻ വിൽ ബി യുജെറ്റി റിലാക്സേഷൻ ഓസിലേറ്റർ. നമുക്ക് സിലബസിൽ വരുന്നുണ്ട് റിലാക്സേഷൻ ഓസിലേറ്റർ യൂസിങ് യുജെറ്റി. നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ പഠിക്കാം. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. റിലാക്സേഷൻ ഓസിലേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫീഡ്ബാക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓസിലേറ്റേഴ്സ് പോലെയല്ല വർക്ക് ചെയ്യുന്നത്. they are not producing any harmonic. ഇപ്പൊ ഇതിനകത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇതേ ഓപ്ഷൻ വരുന്നത് ഹാർമോണിക് ഓസിലേറ്റർ ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ല. ഹാർമോണിക് ഓസിലേറ്റേഴ്സ് വിൽ ജനറേറ്റ് സിനുസോയിഡൽ സിഗ്നൽസ്, അതായത് ഫിക്സ്ഡ് ഫ്രീക്വൻസി സൈൻ വേവ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ സിനുസോയിഡൽ ഓസിലേറ്റേഴ്സിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം വെച്ച് പഠിച്ചത്. അപ്പോൾ യുജെറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിനുസോയിഡൽ വോൾട്ടേജ് ആണോ അതോ മറ്റേതെങ്കിലും വോൾട്ടേജ് ആണ്? ഏത് തരം ഔട്ട്പുട്ട് ആണ് ഒരു യുജെറ്റി റിലാക്സേഷൻ ഓസിലേറ്റർ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്? നിങ്ങൾക്കറിയാവോ അത്? സ്ക്വയർ അല്ല, സ്പൈക്ക്, സ്പൈക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. സ്പൈക്കും ഷോർട്ട് ടൂത്തും നമുക്ക് ആക്സെപ്റ്റബിൾ ആണ്. ഷോർട്ട് ടൂത്ത് വേവ് ഫോം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഷോർട്ട് ടൂത്ത് വേവ് ഫോം. അപ്പോൾ അത്തരം ഓസിലേറ്റേഴ്സ് ഓക്കെ റൈറ്റ്. ദെൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണമെന്നില്ല, ജസ്റ്റ് അതിന്റെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ആൻസർ പറഞ്ഞാൽ മതി. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഫേസ് ഷിഫ്റ്റ് ഫോർ ഈച്ച് ഡിസൈൻഡ് RC നെറ്റ്വർക്ക് ഇൻ ദ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ സർക്യൂട്ട്? വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഫേസ് ഷിഫ്റ്റ് ഫോർ ഈച്ച് ഡിസൈൻഡ് RC നെറ്റ്വർക്ക്? 60 ഡിഗ്രി കറക്റ്റ് ആണ്. 60 ഡിഗ്രി. ഓവറോൾ ഫേസ് ഷിഫ്റ്റ് വിൽ ബി 180 ഡിഗ്രി. Next question. Which among the following components is not involved in the feedback network configuration of LC oscillators? Feedback network configuration of LC oscillators. Feedback network configuration of LC oscillators. Option A, inductor. Option B, capacitor. Option C, resistor. Option D, none of all of the above. All of the above. So correct option which is not involved in feedback network, that is resistor. Okay, resistor ആണ് correct option ആയിട്ട് വരുന്നത്. Okay. Next question.
Another question പറയാം. Okay. The application where one would most likely to find quartz oscillator would be the application where one would most likely to find quartz oscillator would be option A, radio transmitter, option B, radio receiver, option C, digital clock,